ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഷൈൻ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടോ, ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. ബാക്കിൽ ബ്രേക്ക് ഷൂ കുഴപ്പമൊന്നുമില്ല. ഇത്തവണത്തെ കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. ബ്രേക്ക് ഷൂ അത്യാവശ്യം ഇത്തവണത്തെ കൂടി നമുക്ക് ഉപയോഗിക്കാം, ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതുപോലെ ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് നമുക്കൊന്ന് ലൂബ് ചെയ്യാണ്ട്. ചെയിൻ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസുണ്ട് ചെയിൻ. അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ടൊന്ന് ലൂബ് ചെയ്തെടുക്കാം. അതുപോലെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നിലവിൽ അത്യാവശ്യം ചെറിയ രീതിയിൽ പൊടിയുണ്ട്, അതൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്യാം. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പ്ലഗ് ആയാലും വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തെടുത്താണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ടുണ്ടോ. എഞ്ചിൻ ഓയിൽ അത്യാവശ്യം നല്ല മോശമായിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അതുപോലെ നമ്മൾ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് SF സോണിക് പറഞ്ഞുള്ള ഒരു കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിലിപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാലും നമ്മൾ ബാറ്ററിയുടെ കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററിക്ക് വല്ല ഡാമേജോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി കഴിഞ്ഞ് നമ്മളതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.86 ആ റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററിക്ക് ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാതെ. ബാറ്ററി റെഡ് ലൈറ്റാണ് കത്തിരിക്കുന്നത്. ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററിക്ക് സെൽഫിൻ്റെ കംപ്ലൈൻ്റൊക്കെ എന്തെങ്കിലും കാണിക്കുമ്പോൾ നമുക്ക് ആ ബാറ്ററി ഒന്ന് മാറ്റിക്കളയാം കേട്ടോ. ഇപ്പം അതിന് വേണ്ടി മാറ്റണമെന്നില്ല. പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു എഞ്ചിൻ്റെ ഒരു സൗണ്ട് വേരിയേഷൻ കാണിച്ചാൽ ഒരു നല്ല ചിലമ്പൽ സൗണ്ട്. അത് നമുക്ക് ഇവിടെ ഒരു ടെൻഷനർ പറയും. അതുപോലെ ടൈമിങ് എഞ്ചിൻ്റെ ഒരു ചെയിൻ വരുന്നുണ്ട്, ക്യാം ചെയിൻ പറയും, ടൈമിങ് ചെയിൻ. അതിന് ലോഡ് ചെയ്ത് എത്തുന്ന ഒരു പാർട്സാണിത്, ടെൻഷനർ പറയും. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാലാണ് ആ സൗണ്ടൊന്നും മാറുന്നത്. പിന്നെ ചോക്ക് കേബിളൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇവിടുത്തെ ഒരു സ്ക്രൂ പോയിട്ട് അത് വിട്ട് കിടക്കരുത്, അതൊന്നും നമ്മൾ സ്ക്രൂ ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ട് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വീൽ ബെയറിങ്ങിന് ഒരു ഷേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫ്രണ്ടിലെ ടയർ കേട്ടോ, വണ്ടി ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ വെട്ടലാണ് വണ്ടി. ഈ ഫ്രണ്ടിലെ ടയർ റീസോളിംഗ് ആണ്, ഫ്രണ്ടിലും ബാക്കിലും ടയർ റീസോളിംഗ് ആണ്. ഈ ടയർ മാറ്റി കഴിഞ്ഞാലാണ് ആ വെട്ടൽ മാറുള്ളൂ കേട്ടോ. യൂക്കാവിൻ്റെ ടയറിനെ കുറിച്ച് വെട്ടലിൻ്റെ ഒരു കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ടയർ മാറ്റുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ടയർ പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഡിസ്ക് പാഡായാലും വേറെ കുഴപ്പമൊന്നുമില്ല, അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ ഈ ഫുട്രോസ്റ്റിൻ്റെ റബ്ബർ നമുക്ക് നിലവിൽ നമ്മളൊരു സ്റ്റോക്കിൽ നമുക്ക് പുറത്ത് സ്പെയർ പാർട്സുകളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് മേടിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ ഈ മിററൊക്കെ ഫെയ്ഡായിരിക്കട്ടെ, ഈ മിററൊക്കെ ഉണ്ടോ റൈറ്റ് സൈഡിലെ, അപ്പോൾ നമുക്കൊന്നും കാണുന്നില്ല ശരിക്കും മിററിൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ അതുപോലെ വണ്ടി സ്ലോ സ്പീഡിൽ നിൽക്കണില്ലായിരുന്നു, ആദ്യം ചോക്കിതായി കിടക്കായിരുന്നു. പിന്നെ നമ്മൾ ഒന്ന് നമുക്ക് ട്യൂണിങ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്കത് അങ്ങനെ വിടാം, അല്ലെങ്കിൽ നമുക്ക് കാർബറേറ്റർ ഒന്ന് അയക്കേണ്ടി വരും കേട്ടോ. ആദ്യം ട്യൂണിങ് ചെയ്ത് നോക്കാം, ട്യൂണിങ് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കാർബറേറ്റർ അയച്ചാൽ സ്ലോ ജെറ്റൊന്ന് മാറ്റിക്കളയേണ്ടി വരും. ഇപ്പോൾ ഞാൻ കാർബറേറ്റർ അയക്കണം, ആദ്യം വർക്ക് കഴിഞ്ഞൊന്ന് ട്യൂണിങ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, അതുപോലെ ബാക്കിലെ ടയറൊക്കെ ഉണ്ടോ, ഇതും റീസോളിംഗ് ആണ്, അത്യാവശ്യം മോശമാണ്. മാറ്റുമ്പോൾ 2 ടയറും ഒരുമിച്ച് മാറ്റണം, എന്നാലാണ് ആ കംപ്ലൈൻറ്റ് മാറുള്ളൂ കേട്ടോ. ഞാൻ ആ ടയർ കൂടാതുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം, ബാക്കിയുള്ള വരുന്ന വർക്കില്ലേ, ആ ടെൻഷനർ, എഞ്ചിൻ ഓയിൽ, മിറർ, അതെല്ലാം അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. ടയർ മാറ്റണമെങ്കിൽ ഒന്ന് പ്രത്യേകം പറഞ്ഞാൽ മതി. ഓക്കെ.